ഒന്നും പേടിക്കണ്ട, ഒക്കെ സെറ്റാണ്. അതെ, ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാം. സംസാരിക്കേ. നമസ്കാരം, ഞങ്ങൾ നിലാലംബരായ നിലാലംബർ ഞങ്ങൾ പാവപ്പെട്ട സ്ത്രീകൾ നടത്തുന്ന ഒരു വനിതാ ഹോട്ടലാണിത്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് നടത്തുന്ന ആദ്യത്തെ പ്രസ്ഥാനമൊന്നും അല്ല. ഞങ്ങൾ കുറെ സംരംഭങ്ങൾക്ക് ചേർത്താണ് ഇപ്പൊ ഇവിടെ നിന്ന് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ 3 പേരുടെ കഴിവുണ്ടാവണമെന്ന് പറഞ്ഞോടാ, തുടങ്ങിയതെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സാധാരണ ഹോട്ടലിലൊക്കെ ഈ ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മമ്മൂട്ടിയല്ലോ പറയാറ്, നന്ദിയുണ്ടേ. പക്ഷെ ഇവിടെ മമ്മൂട്ടി സാറല്ല, ഇവിടെ ദുൽഖർ സൽമാനാ പറയണേ. വെറൈറ്റി. എന്റെ അഭിപ്രായത്തില് നമുക്കിവിടെ ഒരു ബോർഡ് വെച്ചാലോ, മെനുയൊക്കെ എഴുതിട്ട്. ചേച്ചി ഞാൻ എഴുതും, ചേച്ചി ഞാൻ അടിപൊളിയായി എഴുതും. അയ്യോ, ഇവളെ കൊണ്ട് എഴുതിക്കില്ലേ? തന്തൂരി ചിക്കൻ എഴുതാൻ പറഞ്ഞപ്പോ നമ്പൂരി ചിക്കൻ എഴുതിയവളാണ് മെനു കാർഡ് എഴുതാൻ പോണം. നന്നായിരിക്കും. അപ്പൊ നിങ്ങളെയൊക്കെ അനുഗ്രഹം ഞങ്ങളെ കൂടെ തന്നെ വേണം. വേണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന തുടങ്ങാം. അഖിലാണ്ട മണ്ഡല മണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുന്നിന്റെ ഓമലകൾ കാടിന്റെ കിങ്ങിണികൾ തന്നെന്നം താനെന്നം താളത്തിലാടി മന്ദാര കൊമ്പത്തൊരു നാലിലാടി ഒന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ ഒന്നാനം കുന്നിന്റെ ഓമനകൾ കാടിന്റെ കിങ്ങിണികൾ. നിർത്ത് എന്റെ മുരുക, എന്താ 2 എണ്ണം കൂടി കാണിക്കണേ? നമ്മൾ തന്നെണ്ണം പാടാൻ തുളുമാക്കി ടൂറോയല്ല, ഐശ്വര്യമായിട്ട് ബിസിനസ് തുടങ്ങി കേട്ടോ. വായ്ക്ക് രുചി വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഒക്കെ സെറ്റാണ്, വാവ വന്ന് കഴിച്ചോ. കടുക് മൂത്തിട്ടില്ല. അയ്യോ, ചേച്ചിയല്ലേ എന്നോട് കാലത്തെ പറഞ്ഞത് അധികം മൂപ്പിക്കല്ലേ എന്ന്. എടി, അത് നിന്റെ ഷോ കണ്ടിട്ട് നിന്നോടാ പറഞ്ഞത് അധികം മൂക്കല്ലേ എന്ന്, അല്ലാതെ കടിക്കിനോടല്ല. എന്നാ ശരി, ഞാൻ പോട്ടെ. എടി, നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നേ സാറ് കൊടയില്ലാതെ വരുന്നുണ്ട് ചായ കുടിക്കാൻ. കൊടയില്ലാതാണോ? അപ്പൊ ഇത് മഴ പെയ്യും. എന്തോ വലുത് വരാനേ. നമസ്കാരം. നമസ്കാരം. കാലാവസ്ഥ ഇന്ന് പൊതുവെ മേഘാവൃതമായതുകൊണ്ട് എനിക്കൊരു ചായ പ്രതീക്ഷിക്കാം. ചായയുടെ കൂടെ മിതമായോ ലഘുവായോ വല്ല കടിയുമാകാം. ആയിക്കോട്ടെ. ഉപ്പുമാവാണെങ്കിൽ അവിടെ ഇവിടെയായി ഇച്ചിരി പഞ്ചസാര വിതറിയിരിക്കണം. ആയിക്കോട്ടെ. ഉപ്പുമാവിന്റെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പച്ചമുളകോ കറിവേപ്പിലയോ ആവാം. ചായയിൽ വലിയ ഗണ്യമായ മാറ്റം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പ്രധാന അറിയിപ്പ്. സാറ് പറയും പോലെ ഇവിടെ പാചകം ചെയ്യുകയാണെങ്കിൽ സാറിന്റെ വയറ്റിൽ ഇടികോട് കൂടിയ മഴയും മഴയോട് കൂടിയ ഇടിയും ചിലപ്പോ പ്രളയം വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി തരും, താങ്കൾ അത് കഴിച്ചിട്ട് പോണം. അപ്പൊ ഇവിടെ എന്താ ഉള്ളേ? ഇവിടെ ഞാനേ ഉള്ളൂ, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഹലോ, ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇപ്പോഴോ? ശരി. എടി, അവള് പെണ്ണാനും ചെറുക്കനും കൂട്ടരും വരുന്നെന്ന് പറഞ്ഞില്ലേ? അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇങ്ങോട്ടോ? ചെറുക്കനാണെങ്കിൽ വലിയ സീരിയൽ നടനാ. വീട്ടിൽ വന്ന് കാണാനുള്ള സമയമില്ല. ഇവിടെ വരിക, കാണാ, പോവാ. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ. ചേച്ചി, ഞങ്ങൾ എത്തി. കിണർ ചെയ്യാൻ വന്നവരല്ലേ? കിണറങ്ങ് പുറകിലാണേ. ഓക്കെ, വാ. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കിണർ ചെയ്യാൻ? അല്ല, പെണ്ണ് കാണാൻ. പിന്നെ വാ. അയ്യോ ചേച്ചി, ഞങ്ങൾ കിണർ ചെയ്യാൻ വന്നവരല്ല, ഞങ്ങൾ പെണ്ണ് കാണാൻ വന്നവരാ. നമസ്കാരം. ഞാനാണ് കേട്ടോ, ബ്രോക്കർ പച്ചാളം ബാസി. ഹായ്. ഇട മുടി പറപ്പിക്കാതോ, ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ? സോറി. ഹായ്. ഇവനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, മനസ്സിലായില്ലേ? ഇവൻ ഭയങ്കര സീരിയൽ നടനല്ലേ? കോളേജ് കുമാരിമാരെയും വീട്ടമ്മമാരെയും ഉറക്കം കെടുത്തുന്ന സീരിയൽ താരമല്ലേ ഇവൻ? എന്റെ പേര് രോഹിത് കൃഷ്ണ. നല്ല പേരാണല്ലോ. അത് സീരിയലിലെ പേര്, യഥാർത്ഥ പേര് കണ്ണാപ്പി. മിണ്ടായില്ലടാ. പെണ്ണിനെ വിളിക്കാൻ പറ, എനിക്ക് നാണാവുന്നു. ഓ, കൊച്ചു കള്ളൻ. എന്നാ നമുക്ക് പെണ്ണിനെ വിളിച്ചാലോ? പെണ്ണിനെ വിളിക്കാം. കാലാവസ്ഥ സ്ഥാനം കൂടെ നീങ്ങിയിരുന്നാട്ടെ. അങ്ങോട്ട് മാറിയിരിക്കണോ? മോളെ, അവരിങ്ങെത്തി. ചായയുമായി വരൂ. ഇതാ 2 ഗ്ലാസ് ചായ. ചായ മാത്രം മതി, കടിവെല്ലാം വേണോ? പോയാലോ? വാ, പോകാം.
എടി നിന്നെ പെണ്ണ് കാണാൻ വന്നവരാടി. പെണ്ണ് കാണാൻ വന്നവരോ? ഒരു മിനിറ്റ്, ചായ കഴിഞ്ഞു. ഇതിനെയൊന്നും കെട്ടരുത് കേട്ടോ. പോവാൻ വരട്ടെ, അവിടെ ഇരി. ചേട്ടായി ചായ. ആ എന്താ? ചൂട്. എനിക്കില്ലേ ഹോയ് ഹോയ്. എടോ, ഇനി താൻ മുടി പറപ്പിച്ചാൽ തന്റെ മോന്തെ അടിച്ച് മേഘാവൃതമാക്കും ഞാൻ. എടോ തനിക്ക് അപ്പുറം പോയി കഴിച്ചാ പോരെ. എടോ, തനിക്ക് മുടി വെട്ടിക്കൂടെ? മുടി ആദ്യം വളർത്തിയത് ഞാനാണ്. ഇവിടെ ആദ്യം വന്നത് ഞാനാണ്. ഹോയ് ഹോയ്. ഇവനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇവൻ വലിയ സീരിയൽ നടന. യഥാർത്ഥ പേര് നോക്കി. അത് നാപ്പി രോഹിത് കൃഷ്ണ. അത് എന്ത് ചെയ്യുന്നു? അതല്ലേ പറഞ്ഞത്, സീരിയൽ നടന. ഏത് സീരിയലാളെ? അത് 6 മണി മുതൽ 6 വരെ ഒരു സീരിയൽ ഉണ്ടല്ലോ. അതിനകത്തുണ്ടോ? അതിലില്ല, 7 തൊട്ട് 7 വരെ ഒരു സീരിയൽ ഉണ്ടല്ലോ. അതിലുണ്ടായിട്ടാ? അല്ല, അതിലുമില്ല, 8 തൊട്ട് 8 വരെ ഒരു സീരിയൽ ഉണ്ട്. ആ, കാണാറുണ്ട്. അതിലുമില്ല. എല്ലാ സീരിയലും കാണാറുണ്ടോ? ആ. അത് മോശമായി പോയി. എടാ നീ വല്ല ന്യൂസിലെങ്കിലും ഉണ്ടാടേ. വൈകാതെ വരും. പിന്നെ ഇന്നൊരു സീരിയൽ ഇറങ്ങുന്നുണ്ട്, അമ്മ അറിയാതെ. അതെന്താ, അമ്മ അറിഞ്ഞ വഴക്കുറയോ? അതല്ല, സീരിയലിന്റെ പേര്. എല്ലാവരും കാണണം. ആദ്യം ഇവൻ അറിയട്ടെ, പിന്നെയല്ലേ അമ്മ അറിയുന്നത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വരും. അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെ ഇടും. അതെന്താ? നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വന്നോ, പക്ഷെ ഇവനെ കൂട്ടരുത്. എടാ നിനക്കെന്താ എന്നെ കാണുമ്പോ ഇത്ര ചൊറിച്ചിൽ? ഹായ് ഹായ്. അയ്യോ, അതല്ല, ടെലികാസ്റ്റ് ഉണ്ടെന്ന്. ഓ അങ്ങനെ. അപ്പോ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. താൻ അവിടെ ഇരിക്കണോ? ഭക്ഷണം കഴിക്കുമ്പോ പുറത്തു പോയി കൂടാൻ അറിഞ്ഞൂടെ? അവിടെ ഇരിക്ക്. ഹായ് ഹായ്. ഓക്കെ സാർ. കഴിക്കുന്നുണ്ട്, ഇതുവരെ ആഹാരം കാണാത്ത പോലും ഉണ്ടല്ലേ. അതെ അതെ. പോ മതി. ചെക്കൻ ഇഷ്ടായോ? സീരിയൽ നടനല്ലേ, എനിക്കിഷ്ടായി. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം. നിന്നോട് പ്രത്യേകം ചോദിക്കണ്ടല്ലോ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന്. നിനക്ക് ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും ഇഷ്ടമല്ലേ? വാ ചെറുക്കനും പെണ്ണിനെ ഇഷ്ടമായി. പെണ്ണിനും ചെറുക്കനും ഇഷ്ടായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. താനവിടെ ഇരിക്കണോ? തനിക്കെന്താ ഇത്ര ധൃതി? ഇവിടെ ഒരു അമ്മാവന്റെ കുറവുണ്ട്. എന്നാ നമുക്കിതങ്ങോട്ട് ഉറപ്പിക്കാം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങാണ്. അതെ, ഒരു നിമിഷം നിക്കണേ. ജാതകം തരാനായിരിക്കും. ഇതെന്താ ജാതകം ഒറ്റ പേപ്പറിൽ ഒതുക്കിയോ? അയ്യോ, ഇത് ജാതകമല്ല, നിങ്ങൾ കഴിച്ചതിന്റെ ബില്ല. കാശ് അടിച്ചിട്ട് ഇവിടെ നിന്ന് പോയാ മതി. 2 ചായ, 3 വട, 4 ലഡു, 5 ചെലവി, പിന്നെ 1/2 കവറും വെച്ച. ഇതിന്റെ അത്രയും പൈസ അടിച്ചിട്ട് പോയാ മതി. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. നിന്റെ കയ്യിൽ പൈസ ഇല്ലല്ലേ? നമ്മൾ ബന്ധുക്കളാവാൻ പോവല്ലേ, വെറുതെ എന്തിനാ പൈസയൊക്കെ തന്ന് ബുദ്ധിമുട്ടുന്നത്? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. അതിനു മുമ്പ് കാശ് തന്നിട്ട് ഇവിടെ നിന്ന് പോയാ മതി. ഈ ഒരു അവസരത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറഞ്ഞോ. അരി ആട്ടാനും വിറകു കീറാനും പാത്രം കഴുകാനും ഒരു സീരിയൽ നടൻ വന്നാൽ വല്ല കുഴപ്പവുമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മൾ രക്ഷപ്പെട്ടടാ. ഹായ് ഹായ്.